الرحمن الرحيم أنت الذي ناداك ربك مرحبا ولقد دعاك لقربه وحماك أنت الذي فينا سألت شفاعة ناداك ربك لم تكن لسواك صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. മഹത്തായ ഖസീദത്തുൻ നുഅ്മാനിയ, ആ മഹത്തായ ഈരടികളുടെ പഠനവും വിശദീകരണവുമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. പൂർണ്ണമായി പറയാനും പഠിക്കാനും കേൾക്കാനും അത് ജീവിതത്തിൽ ഉപകാരപ്രദമാക്കിയെടുക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഏറ്റവും അടുത്ത് അറിയാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാർ, അവർ രചിച്ച ഖസീദകളും കാവ്യങ്ങളുമൊക്കെ പഠിക്കാനും പറയാനും കഴിയുക എന്നത് തന്നെ വലിയ ഒരു സൗഭാഗ്യമാണ്. മഹബ്ബത്ത് ഉള്ള ആളുകൾക്ക് മാത്രമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്താനും പുകഴ്ത്താനും കഴിയുകയുള്ളൂ. സ്നേഹം അത് എല്ലാ സ്ഥലത്തും ലഭിക്കുകയില്ല. എല്ലാ പൂക്കളിലേക്കും പൂമ്പാറ്റകൾ പറന്നു വരാറില്ല. തേനുള്ള മധുരം ലഭിക്കുന്ന പൂക്കളിലേക്കല്ലേ പൂമ്പാറ്റകൾ പറന്നു വന്ന് അതിലെ തേൻ നുകർന്നുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നത്. മറ്റു എത്രയോ പൂക്കളുണ്ട്, നല്ല വർണ്ണങ്ങളുള്ള പൂക്കളുണ്ട്, വലിയ മനോഹരമായ പൂക്കളുകളുണ്ട്. ആ പൂക്കളുകളിലേക്കൊന്നും പോകാതെ എന്തിനാണ് ഈ പ്രാണികൾ ആ തേൻ നുകരാൻ വേണ്ടി തേനുള്ള ചെറിയ ചില പൂക്കളുകളിലേക്ക് മാത്രം പോകുന്നത്? ഇതൊരു വലിയ ഉപമയാണ്, ഉദാഹരണമാണ്. മഹബ്ബത്ത് എന്ന് പറയുന്ന ആ തേൻ എല്ലാവർക്കും നുകരാൻ കഴിയുകയില്ല. എല്ലാവരിലും ആ മഹബ്ബത്ത് ഉണ്ടാവുകയും ഇല്ല. മഹബ്ബത്ത് അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ ഉള്ള ഹൃദയങ്ങളിൽ മാത്രമാണ് മഹബ്ബത്ത് ഉണ്ടാവുക. അവർക്കാണ് പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്താനും പുകഴ്ത്താനും പാടാനും ഒക്കെ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ ഖസീദത്തുൻ നുഅ്മാനിയ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രചിക്കുന്നത് ആ ഒരു മഹബ്ബത്തിന്റെ ഭാഗമാണ്. ആ മഹബ്ബത്തിന്റെ ഭാഗമായിട്ടാണ് ഇമാമുൽ അഅ്ലം തങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടും അവിടുത്തെ ജീവിതത്തിൽ നടന്ന അത്ഭുത സംഭവങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ഈ ഖസീദ അവിടുന്ന് രചിക്കുന്നത്. ഇന്ന് നമ്മൾ 8ാമത്തെ 8ഉം 9ഉം വരികളാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയുന്നത്. വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ തന്നെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. മഹാനവറുകൾ വിളിക്കുകയാണ്, അന്തല്ലദി, അന്ത, ഓ പൊന്നാര മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിളിയിലുള്ള ലാളന, ആ വിളിയിലുള്ള എളിമത്വം നമ്മുടെ ആദ്യം തന്നെ നമ്മളും പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ, വിളിക്കുമ്പോൾ, പാടുമ്പോൾ ഒക്കെ ആ എളിമ ഉണ്ടാകണം. ചില ബൈത്തുകളൊക്കെ, ഖസീദത്തുൽ ബുറുദയിലെ ചില വരികളൊക്കെ ചില ആളുകൾ മറ്റ് ചില ട്യൂണുകൾ
ഇട്ടിങ്ങനെ ആലപിക്കുമ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലായ പാടുമ്പോഴൊക്കെ പലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്തോ ഒരു അനാദരവ് പോലെ. ആ വരികൾ എടുത്തിങ്ങനെ പാടുമ്പോൾ ഒരു അനാദരവ് വരുന്നത് പോലെ തോന്നാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള ആ മദ്ഹ് പാടുമ്പോഴും പറയുമ്പോഴും അവിടുത്തെ വിളിക്കുമ്പോഴുമൊക്കെ നന്നായി അദബ് മര്യാദ കീപ്പ് ചെയ്ത് വേണം നമ്മൾ വിളിക്കാനും പറയാനും ഒക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം. അന്തല്ലദി, ഓ പൊന്നാര മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാദാക്ക തങ്ങളെ ക്ഷണിച്ചു, റബ്ബുക തങ്ങളുടെ റബ്ബ് തങ്ങളെ ക്ഷണിച്ചു, മർഹബ മർഹബയിൽ സ്വാഗതം ചെയ്തു. സ്വാഗതം ചെയ്യുന്ന ഒരു വാക്കാണ് മർഹബൻ. മർഹബം ബിക്കും എന്നൊക്കെ പറയും. മർഹബൻ അഹ്ലം വസഹ്ല. നമ്മൾ വെൽക്കം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് അതിനു മുമ്പേ പരസ്പരം യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ കടന്നു വരുമ്പോഴൊക്കെ സലാം പറഞ്ഞ് മർഹബ 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 എന്നിങ്ങനെ പറയും. അതൊരു സന്തോഷത്തിന്റെ വർത്തമാനമാണ്. ഒരാളെ ആഗതം ചെയ്യുകയാണ്. അപ്പം പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനവറുകൾ പറയുകയാണ്, തങ്ങളെ റബ്ബ് മർഹബ പറഞ്ഞ് സ്വാഗതം പറഞ്ഞുകൊണ്ട് തങ്ങളെ അല്ലാഹു തആല ക്ഷണിച്ചു. തീർച്ചയായും ആ ക്ഷണിച്ചത് വലഖദ് ദഅക ലിഖുർബിഹി വഹമാക, തങ്ങളെ ക്ഷണിച്ചത് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണ വലയത്തിലേക്കുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ക്ഷണിച്ചത്. തീർച്ചയായും തങ്ങളെ ക്ഷണിച്ചത്. വലഖദ് ദഅക എന്ന് പറഞ്ഞാൽ തീർച്ചയായും തങ്ങളെ അല്ലാഹു തആല ക്ഷണിച്ചത് ലിഖുർബിഹി, അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്കാണ് ക്ഷണിച്ചത്. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്കാണ് ക്ഷണിച്ചത്. അതുപോലെ വഹമാക, തങ്ങളെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിലേക്കാണ് അല്ലാഹു തആല ക്ഷണിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ക്ഷണിച്ച ക്ഷണം മിഅ്റാജിന്റെ യാത്രയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ഭൂമി മുതൽ 1, 2, 3, 7 ആകാശങ്ങൾ താണ്ടി റബ്ബിന്റെ സവിധത്തിലേക്ക് എത്തുന്നതുവരെ കൂടെ സന്തത സഹചാരിയായി സഹയാത്രികനായി ആരുണ്ടായിരുന്നു? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ഹദറത്തുൽ ഖുദ്സിന്റെ ഭാഗം അവിടെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു. എന്തേ ജിബ്രീലെ, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബുകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ദഅനി നബിയെ, തങ്ങൾ എന്നെ ഇവിടെ ഉപേക്ഷിക്കുക നബിയെ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല, അനുവാദമില്ല. ആ ഹദറത്തുൽ ഖുദ്സിലേക്ക്, റബ്ബിന്റെ പരിപാവനമായ സവിധത്തിലേക്ക് ഒരാൾക്കും കടന്നു ചെല്ലാൻ അനുവാദമില്ല നബിയെ. ഇന്നേക്ക് വരെ ഒരാളും അവിടത്തേക്ക് പോയിട്ടുമില്ല. തങ്ങൾ പോവുക. ദഅനി, എന്നെ ഒഴിവാക്കിയിട്ട് തഖദ്ദം, തങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. ലാ തഖഫ്, തങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, തങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തഖദ്ദം യാ ഹബീബി
ഓ പൊന്നാര മുത്ത് നബിയെ, തങ്ങൾ ഭയപ്പെടാതെ മുന്നോട്ട് തന്നെ പോവുക. അബ്ശിർ, തങ്ങൾ സന്തോഷിക്കുക നബിയെ. തുനാജി, തങ്ങളുടെ റബ്ബ് തങ്ങളോട് മുനാജാത്ത് നടത്താൻ വേണ്ടി പോവുകയാണ്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം നേരിട്ട് മുഖാമുഖം സംഭാഷണം നടത്തുന്നതിനാണ്. ഫേസ് ടു ഫേസ് എന്ന് പറയാറില്ലേ, മുഖത്ത് നോക്കി കാര്യം പറയാം. അതിനുവേണ്ടി തങ്ങളെ അല്ലാഹു തആല ക്ഷണിച്ചിരിക്കുന്നു. തങ്ങൾ മുന്നോട്ട് പോവുക. അവിടേക്ക് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല, അനുവാദമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഹദറത്തിലേക്ക് പോയ രംഗത്തെക്കുറിച്ചാണ് മഹാനവറുകൾ ഇവിടെ നമ്മളെ സൂചിപ്പിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ആ റബ്ബിന്റെ പ്രഭ, റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അങ്ങനെ കാണപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തഹിയാത്തുൽ മുബാറകാതു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അള്ളാഹുവിനോട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ അഭിവാദ്യമാണ് അത്തഹിയാത്തു വസ്സലവാത്തു വത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവേ, സർവമംഗളങ്ങളും സർവസ്തോത്രങ്ങളും സർവസ്തുതിഗീതങ്ങളും സർവസങ്കീർത്തനങ്ങളും ലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് ഞാനിതാ സമർപ്പിക്കുന്നു റബ്ബേ. എല്ലാ സ്തുതിഗീതങ്ങളും സർവസങ്കീർത്തനങ്ങളും സർവസ്തോത്രങ്ങളും സർവതും ലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു റബ്ബേ. അല്ലാഹുവിനെ നേരിട്ട് കാണുകയാണ്, അല്ലാഹുവിനെ നേരിട്ട് കാണുകയാണ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ അല്ലാഹു തആല തിരിച്ച് അഭിവാദ്യം അർപ്പിച്ചു. എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക, ഓ തങ്ങളെ, തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ നബിയേ. അസ്സലാമു അലൈക, തങ്ങളുടെ മേൽ എന്റെ രക്ഷ ഉണ്ടാകട്ടെ. അയ്യുഹൻ നബിയു, ഓ പ്രവാചകരായിട്ടുള്ളവരെ. അല്ലാഹു പൊന്നാര മുത്തുനബി തങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ നോക്കും. എങ്ങനെയാ വിളിച്ചത്? അയ്യുഹൻ നബിയു, അയ്യുഹൻ നബിയു, ഓ പൊന്നാര മുത്തുനബിയായി നിയോഗിക്കപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം മുതലുള്ള 25 പ്രവാചകന്മാരുടെ പേര് പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ പ്രവാചകന്മാരെ വിളിച്ച വിളിയും പരിശുദ്ധ ഖുർആനിലുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചത് എങ്ങനെയാണ്? യാ ആദമു ഉസ്കുൻ അന്ത വസൗജുകൽ ജന്ന. ഓ ആദമേ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിളിച്ചത് എങ്ങനെയാണ്? ഓ ആദമേ. ആദമേ, ആദം നബി അലൈഹിസ്സലാമിന്റെ പേരിട്ട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചു, യാ മൂസ. മൂസാ നബിയെ, മൂസാ നബിയുടെ പേരിട്ട് വിളിച്ചു. യഹ്യാ നബി അലൈഹിസ്സലാമിനെയും സക്കരിയ നബി അലൈഹിസ്സലാമിനെയും യാ യഹ്യാ ഖുദിൽ കിതാബ്. യഹ്യാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച അങ്ങനെയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചതും അങ്ങനെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചതും അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും അവരവരുടെ പേരിട്ടുകൊണ്ടാണ് അല്ലാഹു തആല സംബോധന നടത്തിയതെങ്കിൽ, വിളിച്ചതെങ്കിൽ, നമ്മുടെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത് എങ്ങനെയാണ്? യാ അയ്യുഹൽ നബിയു, യാ അയ്യുഹൽ മുസമ്മിലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു. അങ്ങനല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത്? അങ്ങനെയല്ലേ അല്ലാഹു തആല പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചത്? ആ വിളിയിൽ തന്നെ എന്തൊരു ആദരവുണ്ട്, എന്തൊരു ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്.
ഇതാണ് മഹാനായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സാമീപ്യത്തിലേക്ക്, അല്ലാഹുവിന്റെ ഖുർബിലേക്ക്, ഏറ്റവും ഖുർബ്, അല്ലാഹുവുമായി ഏറ്റവും അടുത്ത ആ അടുപ്പത്തിലേക്ക്, സാമീപ്യത്തിലേക്ക് അല്ലാഹു തആല ക്ഷണിച്ചു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇനി ഇതിന് മറ്റൊരർത്ഥം കൂടി നമുക്ക് പറയാം. ആ ക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ച ആ ക്ഷണം, അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് പറയാം. നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ബറക്കത്തും അല്ലാഹുവിന്റെ സലാമത്തും ഓ മുത്തുനബിയെ തങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഏറ്റവും ഒരു സുന്ദരമായ സൗഭാഗ്യകരമായ ഒരു സന്ദർഭം പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്ത് മുത്തുനബി തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം ഈ മിഅ്റാജിന്റെ യാത്ര, റബ്ബിനെ കണ്ടുമുട്ടാൻ കിട്ടിയ ഈ ഒരു അവസരം. ആ അവസരത്തിൽ അല്ലാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന അവസരത്തിൽ പോലും പൊന്നാര മുത്തുനബി തങ്ങൾ ഈ ഉമ്മത്തിലെ ഞാനും നിങ്ങളും അടങ്ങുന്ന സാധുക്കളും ഏഴകളും പാപികളുമായ ആളുകളെ മറന്നുപോയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തേക്ക് മാത്രം അല്ലാഹു വിളിച്ച് അയ്യുഹൻ നബിയു, ഓ മുത്തുനബിയെ എന്ന് പറഞ്ഞിട്ട് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും സലാമത്തും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അത് എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, ആ റഹ്മത്തും ആ ബറക്കത്തും ആ സലാമത്തും എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സാധുക്കളായ നമ്മളെ കൂടി ഓർക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സച്ചരിതരായ സ്വാലിഹീങ്ങളായ ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിന്റെ അടിമകളുടെ മേലും ആ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ മേലും അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും സലാമത്തും ഉണ്ടാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. റബ്ബിനെ കണ്ടുമുട്ടിയപ്പോൾ പോലും നമ്മളെ മറന്നുപോകാത്ത പ്രവാചകനാണ്, നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല പൊന്നാര മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, പൊന്നാര മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിലേക്ക് അടുക്കുകയാണ്. ഇതുപോലെ ഒരു മഖ്ലൂഖും അടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ നമുക്ക് കാണാം, സുമ്മ ദനാ ഫതദല്ല ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഖുർആൻ പറയുന്നു സുമ്മ ദനാ ഫതദല്ല, പിന്നെ അടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിലേക്ക് ഇങ്ങനെ അടുത്തു. ഫക്കാന കാബ ഖൗസൈനി ഔ അദ്നാ. അമ്പും വില്ലും, ആ അമ്പും വില്ലും, അമ്പ് വില്ലിനോടിങ്ങനെ അടുത്ത് എത്രത്തോളം അമ്പും വില്ലും അടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അമ്പും വില്ലും കണ്ടിട്ടില്ലേ? പഴയ കാലത്തെ അമ്പും വില്ലും. ആ അമ്പിന്റെ അകത്തുള്ള വില്ല്, ആ വില്ല് അമ്പിനോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നോ ഔ അദിന, അതിനെക്കാട്ടിലും, ഔ അദിന എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും അള്ളാഹുവിലേക്ക് അടുത്തു. ആര്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തു എന്നാണ്.
ഇതിനൊക്കെ വേറെ വിശദീകരണത്തിന്റെ ആവശ്യം എന്താണ്? ഇതൊക്കെ വെറും കേവലം ഒരു സ്വപ്നമായിരുന്നു എന്ന് പറയുന്നവരാണ് വഹാബികൾ. അവർക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല. അല്ലാഹു തആല അവരുടെ ഷർറുകളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. ثم دنا فتدلى فكان قاب قوسين او ادنى എന്ന് പറഞ്ഞത് ഖുർആനാണ്, സൂറത്തുൻ നജ്മിൽ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ വരി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ മിഅ്റാജിന്റെ സുന്ദരമായ ആ യാത്രയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവുമായിട്ട് ഡയറക്റ്റ് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ്. മുത്തുനബി തങ്ങൾ അന്ന് മിഅ്റാജിന് പോയി എങ്കിൽ ആ മിഅ്റാജ് ഓരോ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു നൽകുന്നുണ്ട്. അസ്വലാത്തു, നിസ്കാരം, മിഅ്റാജുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ മിഅ്റാജാണ്. ഓരോ വിശ്വാസിക്കും മിഅ്റാജുണ്ട്. നമ്മുടെ മിഅ്റാജ് ഏതാണ്? നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ അടിമയും ഉടമയും ഡയറക്റ്റ് നടത്തുന്ന സംഭാഷണമാണ്. ആ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്ന നേരത്ത് ആ അടിമയും റബ്ബിനോട് പറയുന്നുണ്ട്, അത്തഹിയാത്തു അത്തഹിയാത്തു ലില്ലാഹി, അല്ലെങ്കിൽ അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ഈ അടിമയും റബ്ബിന് ആ ഒരു അഭിവാദ്യം അർപ്പിച്ചിട്ടല്ലേ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. അതുകൊണ്ടാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിസ്കാരം ഒരു വിശ്വാസിയുടെ മിഅ്റാജാണ്. അള്ളാഹുവിനോട് നടത്തുന്ന ആ അഭിമുഖ സംഭാഷണം സുബ്ഹാനല്ലാഹ്, ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം 5 നേരം നിസ്കാരമുള്ള ഒരു വിശ്വാസി, അവന് ഒരു ദിവസം 5 നേരം റബ്ബിനോട് മുനാജാത്ത് നടത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ 5 നേരം കൃത്യമായി മുനാജാത്ത് നടത്തുന്ന ഒരു വിശ്വാസി വസയറല്ലാഹു, നാളെ അള്ളാഹുവിനെ അവന് സ്വർഗത്തിൽ വെച്ച് ഡയറക്റ്റ് കാണാൻ കഴിയും എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ വരി, ഒന്നാമത്തെ വരിയിൽ തന്നെ ഒരുപാട് മിഅ്റാജുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. രണ്ടാമത്തെ വരി, അന്തല്ലദീ ഫീ നാസഅൽത ശഫാഅതൻ നാദാക റബ്ബുക ലം തകുൻ ലിസിവാക. മേൽ പറഞ്ഞ ആ വരി തന്നെ അതിന്റെ വിശദീകരണമാണ്. അതേ ബഹുമാനപ്പെട്ടവർ ഈ പറഞ്ഞ് നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അന്തല്ലദി, ഓ പൊന്നാര മുത്ത് നബിയെ, ഫീന, തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, സഅൽത, റബ്ബിനോട് ചോദിച്ചു, ശഫാഅത്തൻ, ശഫാഅത്തിനെ, ശുപാർശയെ ഞങ്ങൾക്ക് വേണ്ടി ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ലോകത്തുള്ള മുഴുവൻ സ്വാലിഹീങ്ങളായ അടിമകൾക്കും അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും സലാമത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചോദിച്ച ആ സാഹചര്യത്തെയാണ് ഇമാം അവറുകൾ ഇവിടെ എടുത്ത് വീണ്ടും പറയുന്നത്. നാദാക റബ്ബുക, തങ്ങളെ, തങ്ങളുടെ റബ്ബ് തങ്ങളെ ക്ഷണിച്ചത്, ലം തകുൻ ലിസിവാക, ഇതുപോലെ മറ്റൊരാൾക്കും ഒരു ക്ഷണം ഉണ്ടായിട്ടില്ല. എത്ര വർഷം ആദം നബി അലൈഹി സ്വലാം? 1000 വർഷം ജീവിച്ചു. എത്ര വർഷമാണ്? 1000 വർഷം. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ജീവിച്ചു. ഓരോ പ്രവാചകന്മാർക്കും ആയുസ് പെരുത്തുണ്ടായിരുന്നു. അവർക്കാർക്കും കിട്ടാത്ത ഒരു ക്ഷണമല്ലേ. ആരാണ് ക്ഷണിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എവിടേക്കാണ് ക്ഷണിച്ചത്? അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ക്ഷണിച്ചത്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇമാമുറുകൾ പറഞ്ഞത്, നാദാക റബ്ബുക ലം തകുൻ ലിസിവാക, തങ്ങളെ, തങ്ങളല്ലാത്ത ഒരാൾക്കും ലഭിക്കാത്ത ഒരു ക്ഷണം തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വരിയിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്തല്ലദീ ഫീനാ സഅൽത ശഫാഅതൻ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് റബ്ബിനോട് ചോദിച്ചു. ഇതിന് നാളത്തെ റെക്കമെൻഡേഷൻ, നാളത്തെ ശഫാഅത്തിനെയും സൂചിപ്പിക്കുന്നു എന്നുകൂടി വിശദീകരണം മഹാന്മാര് പറയുന്നുണ്ട്. എന്നുകൂടി, അതായത് നാളെ മഹ്ശറയിലെ ആ നൃത്തം, മഹ്ശറ ഇതൊക്കെ പറയാനുള്ളതാണ്. മഹ്ശറയിലെ നൃത്തം, മഹ്ശറയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മക്ബറ. മലയന്ന് കടയപ്പെട്ട പഞ്ഞികൾ പോലെയായി പൊടിക്കപ്പെടും ഈ ഭൂമി ധവളം ധവളമായി. ഗർഭിണികളന്നുണ്ടായിരുന്നാൽ പൊന്നെ പ്രസവിച്ചു പോകും ഭീതിയിൽ ഉടൻ തന്നെ. അതുപോലെ മുലയൂട്ടുന്ന എല്ലാ തള്ളയും വെറുക്കുന്നതാണവർക്കുള്ള പിള്ളയെ തന്നെയും. തഴവ ഉസ്താദിന്റെ വരികളാണ്, തഴവ ഉസ്താദിന്റെ വരികളാണ്. മഹ്ശറ എന്ന് പറഞ്ഞാൽ മാസം തികയാതെ പേടിച്ച് പെണ്ണുങ്ങൾ പ്രസവിച്ചു പോകും. ഗർഭിണികളുണ്ടെങ്കിൽ, കയ്യിൽ ചോരക്കുഞ്ഞുണ്ടെങ്കിൽ, ആ മഹ്ശറയിലെ പ്രതിഭാസങ്ങൾ കണ്ട്, ഭീകരത കണ്ട് കയ്യിലിരിക്കുന്ന ചോരക്കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടും. ഖുർആൻ പറയുന്നു, വതറന്നാസ സുഖാറാ, ജനങ്ങളെയൊക്കെ തങ്ങൾക്ക് ഭ്രാന്തന്മാരെ പോലെ കാണാൻ കഴിയും ആ ദിവസം. വമാഹും ബിസുഖാറ, ആ ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചതല്ല, പിന്നെയോ റബ്ബിന്റെ ശിക്ഷ കണ്ട് ഭയന്ന് ഓടുന്നതാണ്. ഖുർആൻ അല്ലാഹു തആല മുത്തുനബിയോട് പറയുകയാണ്. ആ മഹ്ശറയില് ആര് സഹായിക്കും, ആരോട് സഹായം ചോദിക്കും? നേതാക്കന്മാരെവിടെ, ലീഡർമാരെവിടെ, പ്രസിഡന്റുമാരെവിടെ, മന്ത്രി പുങ്കവന്മാരെവിടെ? ആരും ആരെയും തിരക്കൂല. ഞങ്ങളെയൊന്ന് ഈ കടമ്പയിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുത്തുക? ഓരോരുത്തരും ചിന്തിക്കുകയാണ്. വിശാലമായ ഹദീസുണ്ട്, ഞാൻ വായിക്കുന്നില്ല. യൗമ യദൂ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. യൗമ യദൂ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. യൗമ യദൂ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. ആദ്യം ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെല്ലുന്നു. ചെന്നിട്ട് ചോദിക്കും, അന്ത അബുൽ ബഷർ, ഓ ആദം നബിയെ, തങ്ങൾ മനുഷ്യകുലത്തിന്റെ പിതാവാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ? ആദം നബി അലൈഹിസ്സലാം പറയും, ലസ്തു ഹുനാക്കും, അതെ, ഞാൻ അതിന് അർഹനല്ല, ഞാൻ അതിന് യോഗ്യനല്ല. അതുകൊണ്ട് നിങ്ങൾ നൂഹ് നബിയുടെ അരികിലേക്ക് പോകൂ. ദാ അവിടെ നൂഹ് നബി അലൈഹിസ്സലാം നിൽക്കുന്നു. നൂഹ് നബിയുടെ അരികിലേക്ക് നിങ്ങൾ പോകൂ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെന്ന് നൂഹ് നബിയോട് സഹായം തേടുമ്പോ നൂഹ് നബി അലൈഹിസ്സലാമും പറയുന്നു, ലസ്തു ഹുനാക്കും, അതെ, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ അതിന് യോഗ്യനല്ല, ഞാൻ അതിന് അർഹനല്ല. ഞാനും പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചൂണ്ടിക്കാണിക്കുന്നു. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് ചെല്ലൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെല്ലുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതേ കൈയൊഴിയുകയാണ്. ഞാൻ അതിനർഹനല്ല. മൂസാ നബിയുടെ അരികിലേക്ക് പോകുന്നു, ഈസാ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പോകുന്നു. ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് കൈയൊഴിയുകയാണ്. അവസാനം ഓടിച്ചെല്ലുന്നത് അഷ്റഫുൽ മുഷറഫായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഓടിച്ചെന്ന് പറയാൻ നോക്കുമ്പോ വഖഅതു സാജിദാ, മുത്തുനബി തങ്ങൾ തന്നെ പറയുന്നു, ആ ആളുകൾ ഓടി എൻ്റെ അരികിലേക്ക് വരുമ്പോ അവർ വരുന്നതിന് മുന്നേ ഞാൻ സുജൂദിലായി കിടക്കുകയാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് എൻ്റെ റബ്ബിനോട് ഞാൻ ദുആ തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ മുഹമ്മദു ഇർഫഅ റഅസക, ഓ മുത്ത് നബിയെ തങ്ങളുടെ തല ഒന്ന് ഉയർത്തൂ നബിയെ. ഇങ്ങനെ സുജൂദിൽ കിടന്ന് തങ്ങൾ നിലവിളിച്ച് കരയുന്നത് എന്തിനാണ്? ഉയർത്തൂ നബിയെ തല. അതേ, ഫഅഹ്മദു റബ്ബി ബിതഹ്മീദിൻ യുഅല്ലിമുനീഹി റബ്ബി, എനിക്കെൻ്റെ റബ്ബ് പഠിപ്പിച്ചു തന്ന അതേ സ്തുതിഗീതങ്ങളുണ്ട്. എൻ്റെ റബ്ബിനെ സ്തുതിക്കാനുള്ള സ്തുതിഗീതങ്ങളുണ്ട്. ആ സ്തുതിഗീതങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ തല അതേ ഉയർത്തുകയാണ്. എന്നിട്ട് എൻ്റെ റബ്ബിനോട് എൻ്റെ സാധുക്കളും ഏഴകളുമായ ഉമ്മത്തുകൾക്ക് വേണ്ടി അതേ അല്ലാഹുവിനോട് റെക്കമെൻഡ് നടത്തുകയാണ്, ശഫാഅത്ത് ചെയ്യുകയാണ്. അങ്ങനെ 4 തവണയെന്നും 3 തവണയെന്നുമൊക്കെ കിതാബുകളിൽ കാണാം. പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന്റെ നിലവിളി കേൾക്കുമ്പോ, ഈ ഉമ്മത്തിൻ്റെതായ സങ്കടങ്ങൾ കേൾക്കുമ്പോ അനലഹാ, അതേ ഉമ്മത്തെ ഞാൻ അതിന് അർഹനാൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെക്കമെൻഡ് നടത്താം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും അതേ റബ്ബിനോട് ശഫാഅത്ത് ചോദിക്കുകയാണ്. അതേ ഹദീസിൽ കാണാം, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് ത്വയ്യിബയിൽ വിശ്വസിച്ച ഒരാളെയും നരകത്തിൽ കടത്താതെ മുഴുവൻ ആളുകളെയും സ്വർഗത്തിലേക്ക് കടത്തുന്നത് വരെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ റബ്ബിനോട് ശഫാഅത്ത് തേടുന്നതാണ്. അല്ലാഹു തആല ആ ശഫാഅത്തിൽ നമ്മളെയും ചേർത്ത് തരുമാറാകട്ടെ. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ളാഅയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അശ്ശഫാഅത പരിശുദ്ധമായ ശഫാഅത്ത്, ഹബ് ലന ഞങ്ങൾക്ക് ഓശാരമായി തരണേ റബ്ബേ. അശ്ശഫാഅത ഹബ് ലന ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ, നാളെ ഖിയാമത്ത് നാളിൽ വളരെ വിരൽ കടിച്ചുകൊണ്ട് സങ്കടങ്ങൾ അമർത്തിപ്പിടിച്ച് വേദനകൾ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ആ സമയത്ത് ആ മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നിന്റെ ഓശാരമായി തരണേ റബ്ബേ. വാഹ് ലനാ, വാഹ് എന്ന് പറഞ്ഞാൽ ഓ നഷ്ടമേ, ഓ എനിക്കുണ്ടാകുന്ന വേദനയെ എന്നാണ് വാഹ് എന്ന അറബി വാക്കിന്റെ അർത്ഥം. വാഹ് ലനാ ഇൻ ളാഅ, ആ ശഫാഅത്തെങ്ങാനും എനിക്ക് പാഴായി പോയാൽ, എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന നഷ്ടമേ, പരാജയമേ. യാ സയ്യിദി ഖൈറൻ നബി, പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ശഫാഅത്തിനെ ചോദിക്കുകയാണ്. മങ്കൂസ് മൗലിദിന്റെ വരികളിൽ അല്ലാഹു തആല പൊന്നാര മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് അർഹരായ മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മളെയൊക്കെയും
ചേർക്കുമാറാകട്ടെ. മുത്തുനബി തങ്ങളുടെ പേരിൽ ആരാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് അവർക്ക് എൻ്റെ ശഫാഅത്ത് ഞാൻ കൊടുക്കും. ബാങ്ക് കഴിഞ്ഞതിന് ശേഷം ആ ദുആ, ബാങ്കിന്റെ ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅ, ആ പരിശുദ്ധമായ ദുആ ആര് തേടുന്നോ വജബത്ത് ലഹു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് അവന് നിർബന്ധമായും ലഭിക്കുന്നതാണ്. അഷ്റഫുൽ മുശറഫായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.